ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും ചൂടുവെള്ളമൊന്നും ചേർക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഞാൻ ഈ ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരല്പസമയം പോലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാവ് തയ്യാറാക്കി ഉടനെ തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേ ദിവസം എനിക്ക് ബാക്കിയായിട്ടുള്ള ചോറാണ്. അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ചോറൊക്കെ ബാക്കിയായിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസുകളാണെങ്കിൽ ഒരുപാടുണ്ട്. അതിൽ ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയും വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ചോറ് നമുക്ക് ആവശ്യമില്ല, ആവശ്യത്തിനുള്ളത് മാത്രം നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു സ്പൂണിന് കുറച്ച് ചോറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക ആദ്യം, അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തി അങ്ങനെ പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കണം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ചോറ് കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ അളവ് ഒന്നും ഞാനത്ര കറക്റ്റായിട്ട് പറയണില്ല. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ചോറേ ബാക്കി വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ചോറ് വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി എത്രത്തോളം ഗോതമ്പ് പൊടി വേണം എന്നതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻ്റ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഇനി 1/2 കപ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാലോ ചപ്പാത്തിക്ക് എങ്ങനെയാണ് മാവിരിക്കേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പൊടി ചേർക്കാനായിട്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. നമ്മൾ എടുക്കുന്ന ചോറിനനുസരിച്ചാണ് പൊടി എടുക്കേണ്ടത്. ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒരല്പം പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കാം കേട്ടോ. ഈ ചോറും ഗോതമ്പ് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വളരെ സിമ്പിളാണ് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ ശക്തി പ്രയോഗിച്ച് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മാവ് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് മാവ് റെഡിയായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. അധിക സമയമൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്കിത് ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോൾസാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനാണെങ്കിലും വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 22 എണ്ണത്തിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബോൾസൊക്കെ ആക്കുമ്പോൾ ഒരേ വലുപ്പത്തിലൊക്കെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയും എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു ചപ്പാത്തി പലകയിൽ ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. എന്നിട്ട് ഓരോ ബോൾസും എടുത്തിട്ട് നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പരത്തരുത്. വളരെ സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്.
ഇത് പരത്തിയെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ്, നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുറച്ച് കട്ടിയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊന്നും അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല, അതിങ്ങനെ എന്താ പറയുക, ഒരു പൂ പോലെയൊക്കെ ആയി പോവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് ലൂസിൽ തന്നെ എടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വേവുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരേപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ അങ്ങോട്ട് ആകെ ഹാർഡായി പോവും, അതത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഏതൊരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ പൊടിയൊക്കെ നന്നായി തന്നെ തട്ടിക്കളയണം. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി കൂടി അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്, എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഇതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ കുഴലെത്തുന്ന രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഒരു പാന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി ഓരോ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം പാനിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അപ്പോൾ ചപ്പാത്തി വളരെ ഹാർഡായി പോവും. അപ്പോൾ ഒരു 4 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മളിത് മറിച്ചിടാൻ ഒന്നും പാടില്ല. അങ്ങനെ ആയാലും ചപ്പാത്തി ഹാർഡായി പോകും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഹീറ്റ്, ചൂട് ഒരേപോലെ തന്നെ എപ്പോഴും ഉണ്ടാവണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരെണ്ണം കൂടി നമുക്ക് അതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ആവി വരുമ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പോൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ കൊമ്മളകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിടുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. 2 സൈഡിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനായാലും ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമോ കുഴച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ ഇത് കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിൽ ചോറ് ചേർത്തിട്ടുണ്ട് എന്ന് ആരും പറയില്ല, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയേയില്ല. ഒരു സൂപ്പർ ടേസ്റ്റാണ് ഇതിന് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അങ്ങനെ എപ്പോഴും തയ്യാറാക്കണം എന്നല്ല പറയുന്നത്, ചോറൊക്കെ ബാക്കിയായി വരുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോറ് ബാക്കിയാവുകയില്ല, നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു, ബൈ.